പ്രിയപ്പെട്ടവരെ, ഇടുക്കിയിൽ കനത്ത മഴയിൽ കുമളിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടിൽ കുടുങ്ങിയ കിടന്ന 5 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടാർ മലവെള്ളപ്പാച്ചിലിൽ വാഹനം ഒലിച്ചുപോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. തുലാവർഷമിങ്ങെത്തി, അതുകൊണ്ട് കരുതലോടുകൂടി ഇരിക്കുക. മലവെള്ളപ്പാച്ചിലുകൾ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ വെള്ളം കയറിയ വാർത്തകളുണ്ട്. ഇപ്പോൾ കൂട്ടാർ മലവെള്ളപ്പാച്ചിലിൽ വാഹനം ഒലിച്ചുപോയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൂട്ടാർ പാലത്തിന് കുറുകെ കിടന്ന ഒരു വാൻ അപ്പാടെ ഒലിച്ചുപോയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കനത്ത മഴ ഇന്നലെ രാത്രിയിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. 8 മണിയോടുകൂടി മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. കുമളിയിൽ നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ വീട്ടിൽ വെള്ളം കയറിയ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ രാത്രിയിലൊക്കെ. പക്ഷെ ഇപ്പോൾ മഴയൊന്ന് അല്പം മാറി നിൽക്കുന്നു. കയറിയ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയോ രാഹുൽ? അതിന്റെ നാശനഷ്ടങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുമളി നഗരത്തോട് ചേർന്ന് തന്നെയുള്ള ഒരു താഴ്ന്ന പ്രദേശത്തെ വീടിനുള്ളിലാണുള്ളത്. ഈ വീടിന്റെ അകത്ത് ഏതാണ്ട് മുട്ടൊപ്പം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാണുന്ന അടുക്കളയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ നശിച്ചു. കട്ടിൽ, കിടക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. അരുൺ, ഇതിലെ എടുത്തു പറയേണ്ട കാര്യം, ഈ വീടിനുള്ളിൽ 4 ആളുകൾ ഉണ്ടായിരുന്നു. ഈ 4 ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. 4 പേർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ചുറ്റും വെള്ളമായിരുന്നു. അതിനുശേഷം ഏറെ പണിപ്പെട്ട ശേഷമാണ് ഇവരെ രക്ഷപ്പെടുത്താനായത്. എന്താണെങ്കിലും നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്താണ് രാത്രിയിൽ ഉണ്ടായതെന്ന് നമുക്ക് ചോദിക്കാം. എന്താ സംഭവിച്ചേ? നല്ല ശക്തമായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരാള് വിളിച്ചിട്ട് പെരിയാർ കോളനിയിലെ വെള്ളം കയറുമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞിട്ടും അമ്മ ഇറങ്ങി നോക്കുക, ഇവിടെ പകുതി മുറ്റം വരെ വെള്ളം കയറി. അപ്പോഴത്തേക്കും പപ്പ പെട്ടെന്ന് കൊണ്ട് വണ്ടി വർക്ക്ഷോപ്പിൽ ഇട്ടു. അവിടെ വെള്ളം കയറത്തില്ല. അതിന് പപ്പ വന്നതും വെള്ളം അകത്തേക്ക് സ്പീഡായിട്ട് കയറുക. നല്ല ശക്തിയായിട്ട് മഴയും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാം എടുത്ത് അതിന്റെ മണ്ട വെക്കാൻ നോക്കുന്നതും വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. എന്നാലും അത് മുങ്ങിപ്പോവുക. അതിൻ്റെ ഇടയ്ക്ക് 2 പാമ്പ് ഇതിലെ കൂടെ കയറി വന്നിട്ട് തന്നെ കാറ്റും മഴയും കൊണ്ട് തന്നെ ശക്തിയായ വെള്ളത്തിന്റെ ഒഴുക്ക് കാരണം അത് അടഞ്ഞു. അരുൺ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. ഈ 4 പേരെയാണ്, ഈ കുട്ടി ഉൾപ്പെടെ 4 പേരെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ വെള്ളം ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമീപത്തെ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറുകയും ചെയ്തു. ഈ കാണുന്ന തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. എത്രത്തോളം ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ കാണുന്നതാണ്. പക്ഷേ ഇതിന്റെ മുകളിലും വെള്ളം കയറി ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കാണുന്ന ചപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിന് അകത്ത് കയറുകയും ചെയ്തത്. ഈ കാണുന്ന ഓട്ടോറിക്ഷയുടെ അകത്തൂടെയൊക്കെയാണ് വെള്ളം കയറി ഒഴുകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിഭീകരമായ ദൃശ്യങ്ങൾ കൂടിയാണ് ഇവിടെ നിന്നും കാണാനുള്ളത്. ഭാഗ്യത്തിന് ആ 4 പേരെ വേഗം തന്നെ രക്ഷപ്പെടുത്താനായി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തന്നെ അത് കൃത്യമായ ആളുകൾ അറിയുകയും ആ 4 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ബീന ടോമി, ഗുഡ് മോർണിംഗ് ബീന ടോമി. ഇന്നലെ രാത്രിയിൽ കനത്ത മഴയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ വെള്ളം കയറിയ ഭാഗത്തു നിന്നൊക്കെ വെള്ളം വലിഞ്ഞിട്ടുണ്ടോ ബീന ടോമി? ഗുഡ് മോർണിംഗ്. വെള്ളം വലിഞ്ഞിട്ടുണ്ട്. പിന്നെ കട്ടപ്പന നഗരസഭയുടെ വീറ്റിപ്പടി ഭാഗത്ത് ചെറിയ തോതിൽ ഉരുൾപൊട്ടലുണ്ടായി. സെക്രട്ടറിയും മറ്റു ജീവനക്കാരും എല്ലാവരും കൂടെ ചെന്ന് അത് ഉരുൾപൊട്ടൽ മാറ്റുകയും ഒരു മരം വീണ് കിടപ്പുണ്ട്, അത് വെട്ടി മാറ്റുകയും മണ്ണ് മാറ്റുന്ന ഇപ്പൊ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അല്ലേ ബീന? ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. ബീന ടോമിയാണ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സണാണ് നമുക്കൊപ്പം ചേർന്നത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പനയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.